ബയോ ഇൻഫർമാറ്റിക്സിലെ ബയോളജിക്കൽ മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോട്ടീനുകളെക്കുറിച്ചും പ്രോട്ടീൻ സ്ട്രക്ചറിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ബയോമോളിക്യൂളായ DNA എന്ന ബയോമോളിക്യൂളിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. DNA എന്താണെന്ന് നമുക്കറിയാം. They are nucleic acids are any group of long linear macromolecule that carries genetic information directing all cellular functions composed of linked nucleotides. ജീവജാലങ്ങളിൽ പാരമ്പര്യം, അതായത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ഇൻഫർമേഷൻ ക്യാരി ഓവർ ചെയ്യുന്നതിനും ജീവനുള്ള വസ്തുക്കളിലെല്ലാം തന്നെ ജീവൽ പ്രവർത്തനങ്ങളെ നിർണ്ണയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ എല്ലാ ഇൻഫർമേഷനുകളും അടങ്ങിയിട്ടുള്ള ഒരു മാക്രോ മോളിക്യൂളാണ് DNA എന്ന് പറയുന്നത്. DNA നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഇനി എങ്ങനെയാണ് ന്യൂക്ലിയോടൈഡുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടുന്നത് ന്യൂക്ലിയോസൈഡുകളാണ്. ന്യൂക്ലിയോസൈഡ്സ് ആർ group in which a sugar molecule, usually ribose or deoxyribose sugar, is linked to nitrogen base via beta glycosidic bond. അതായത് ഒരു ഷുഗർ മോളിക്യൂൾ ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ഒരു നൈട്രജൻ ബേസുമായി ലിങ്ക് ചെയ്ത് ഉണ്ടാകുന്ന ബയോമോളിക്യൂളിനെയാണ് ന്യൂക്ലിയോസൈഡുകൾ എന്ന് പറയുക. ഒരു പെൻറ്റാ ഷുഗർ അല്ലെങ്കിൽ ഒരു ഷുഗർ മോളിക്യൂൾ ഒരു നൈട്രജൻ ബേസുമായിട്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ബോണ്ടിങ് നടന്നുണ്ടാകുന്ന മോളിക്യൂളുകളെയാണ് ന്യൂക്ലിയോസൈഡുകൾ എന്ന് പറയുക. ഇഫ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ന്യൂക്ലിയോസൈഡ്, then it will become the corresponding nucleotide. ഇങ്ങനെ ഒരു ന്യൂക്ലിയോസൈഡിനോടൊപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് അത് ഒരു ന്യൂക്ലിയോടൈഡായിട്ട് മാറുന്നത്. ഇനി എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് നോക്കാം. ന്യൂക്ലിയോടൈഡ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ടു ക്രൂഷ്യൽ മാക്രോമോളിക്യൂൾസ്, ദാറ്റ് ഈസ് ന്യൂക്ലിക് ആസിഡ്സ് ഇൻ ലിവിംഗ് ഓർഗാനിസംസ് കാൾഡ് DNA ആൻഡ് RNA. ജീവജാലങ്ങളിൽ മാക്രോമോളിക്യൂളുകൾ, അതായത് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന DNAകളും RNAകളും നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ദേ ആർ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ പാസിംഗ് ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഈ ന്യൂക്ലിയോടൈഡുകളെയാണ് നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്, അതായത് ജനിതക ഘടകങ്ങൾ. ഇങ്ങനെ ജനിതക ഘടകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ഈ ജനിതക ഘടകങ്ങൾ അല്ലെങ്കിൽ ജനിതക ഇൻഫർമേഷനാണ് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കടന്നു പോകുന്നത്. എ ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 യൂണിറ്റ്സ്. ഒരു ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളുണ്ട്. ന്യൂക്ലിയോസൈഡിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു നൈട്രജൻ ബേസും ഒരു പെൻറ്റാ ഷുഗറോ അല്ലെങ്കിൽ ഒരു ഷുഗർ മോളിക്യൂളും. എന്നാൽ ഒരു ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളുണ്ട്. ഒരു നൈട്രജൻ ബേസ്, ഒരു ഷുഗർ മോളിക്യൂൾ, അതിനോടൊപ്പമുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ദർ ഈസ് എ പെൻറ്റാ ഷുഗർ, നൈട്രജൻ ബേസ് ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പെൻറ്റാ ഷുഗർ മോളിക്യൂൾ, നൈട്രജൻ ബേസ് ആൻഡ് നമ്പർ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ്, ന്യൂക്ലിയോടൈഡ് ഡിഫർ. ന്യൂക്ലിയോടൈഡുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പെൻറ്റാ ഷുഗറിൻ്റെയും നൈട്രജൻ ബേസിൻ്റെയും അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ന്യൂക്ലിയോടൈഡുകൾ വ്യത്യസ്ത രീതിയിൽ കാണപ്പെടുന്നു. ഇൻ DNA, there is a deoxyribose sugar and RNA, there is a ribose sugar. ഇവിടെ ഷുഗർ മോളിക്യൂളിൻ്റെ ആദ്യ വ്യത്യാസം നോക്കുക. DNAയിൽ കാണപ്പെടുന്ന പെൻറ്റോസ് ഷുഗറിനെ ഡീഓക്സിറൈബോസ് ഷുഗർ എന്നും RNAയിലുള്ള ഷുഗർ മോളിക്യൂളിനെ റൈബോസ് ഷുഗർ എന്നുമാണ് പറയുന്നത്.
There are mainly two groups of nitrogen bases, pyridines and pyrimidines. നൈട്രജൻ ബേസുകൾ രണ്ട് തരത്തിലാണുള്ളത്. പ്യൂരിൻ അല്ലെങ്കിൽ പൈറിഡിൻസ്, രണ്ടാമത്തത് പിരമിഡിൻ. ഇനി പിരമിഡിൻ നോക്കാം. ആദ്യത്തേത് പിരമിഡിനാണ്. ദേ ആർ സ്മോളർ heterocyclic aromatic 6-member ring containing nitrogen at 1 and 3rd positions. 6 നമ്പർ റിംഗ് ആണുള്ളത്. അതിൻ്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ നൈട്രജൻ ബേസുകൾ കാണപ്പെടുന്നു. നൈട്രജനുകൾ കാണപ്പെടുന്നു. സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ ആർ പിരമിഡിൻസ്. ഇങ്ങനെ നൈട്രജൻ ബേസുകളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നതിലെ ആദ്യ വിഭാഗമായ പിരമിഡിനുകൾ 6 മെമ്പർ റിങ്ങുകളാണ്. അതിൻ്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ നൈട്രജൻ കാണപ്പെടുന്നു. ഇങ്ങനെ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളാണ് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ എന്നിവ. ഇനി രണ്ടാമത്തത് നോക്കാം. പ്യൂരിനുകൾ ആർ മച്ച് ലാർജർ ദാൻ പിരമിഡിൻസ്. പിരമിഡിൻ മോളിക്കൂളിനേക്കാളും വലുപ്പം കൂടിയ നൈട്രജൻ ബേസുകളാണ് പ്യൂരിനുകൾ. അതർ ദാൻ ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് റിംഗ്, ദേ ഹാവ് ഇമിഡസോൾ റിംഗ് ഫ്യൂസ്ഡ് ടു ദാറ്റ്. ഹെട്രോസൈക്കിളായിട്ടുള്ള ആരോമാറ്റിക് റിങ്ങിന് പകരം 2 റിങ്ങുകൾ ചേർന്നിട്ടുള്ള സ്ട്രക്ചറാണ് പ്യൂരിനുള്ളത്. ആഡിനിൻ ആൻഡ് ഗ്വാനിൻ ആർ 2 പ്യൂരിൻ ബേസസ്. 2 തരത്തിലുള്ള പ്യൂരിൻ ബേസുകളാണുള്ളത്. ഒന്ന് അഡിനിനും രണ്ടാമത്തത് ഗ്വാനിനും. ഇൻ DNA ആൻഡ് RNA, കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് ഫ്രം ഹൈഡ്രജൻ ബോണ്ട്സ് ബിറ്റ്വീൻ ദം. DNA-യിലും RNA-യിലും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള, അതായത് ഒരു പ്യൂരിനും ഒരു പിരമിഡിനും തമ്മിലാണ് എപ്പോഴും എന്ത് ചെയ്യപ്പെടുക? ബേസ് പെയറിംഗ് നടക്കുക. ദാറ്റ് ഈസ് adenine base pair with thymine in DNA and uracil in RNA, and guanine base pair with cytosine. ഇങ്ങനെയാണ് RNA-യിലും DNA-യിലുമായി ബേസ് പെയറിംഗ് നടക്കുക. The phosphates are linked to the OH group of carbon at 5th of the sugar. ഷുഗർ മോളിക്കൂളിൻ്റെ 5ാമത്തെ കാർബൺ പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എപ്പോഴും ആഡ് ചെയ്ത് കാണപ്പെടുന്നത്. അതായത് ഷുഗർ മോളിക്കൂളിൻ്റെ 5ാമത്തെ പൊസിഷനിലാണ് എന്ത് ചെയ്യുക? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇൻ ദ ന്യൂക്ലിയോടൈഡ്സ് ഓഫ് DNA ആൻഡ് RNA, നോർമലി ദർ ഈസ് 1 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. DNA-യിലും RNA-യിലും ഷുഗർ മോളിക്കൂളിൻ്റെ 5ാമത്തെ പൊസിഷനിൽ ഒറ്റ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മാത്രമേ ആഡ് ചെയ്ത് കാണപ്പെടുകയുള്ളൂ. ദ ലിങ്കേജ് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആർ ഹൈ എനർജി ബോണ്ട്സ്. ഇങ്ങനെ 5ാമത്തെ കാർബൺ പൊസിഷനിൽ ആഡ് ചെയ്യപ്പെടുന്ന ഫോസ്ഫേറ്റ് ഹൈ എനർജി ബോണ്ടിങ് വഴിയാണ് രൂപപ്പെടുന്നത്. ഇനി നോക്കാം. പ്രൈമറി ദർ ആർ 8 ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA RNA. ന്യൂക്ലിയോടൈഡുകൾ 8 തരത്തിലുള്ളവയാണ് DNA-യിലും RNA-യിലും കാണപ്പെടുന്നത്. RNA-യിൽ 4 DNA-യിൽ 4. അങ്ങനെ 8 തരത്തിലുള്ളതാണ് ന്യൂക്ലിയോടൈഡുകളുള്ളത്. DNA-യിൽ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡ് ഒരു രൂപത്തിലുള്ള ഡിയോക്സി അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോടൈഡാണ്. രണ്ടാമത്തത് ഡിയോക്സി ഗാനോസിൻ മോണോഫോസ്ഫേറ്റ്. മൂന്നാമത്തത് ഡിയോക്സി സൈറ്റിഡിൻ മോണോഫോസ്ഫേറ്റ്. നാലാമത്തത് ഡിയോക്സി തൈമിഡിൻ മോണോഫോസ്ഫേറ്റ്. ഇങ്ങനെ 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ DNA-യിൽ കാണപ്പെടും. അതുപോലെ തന്നെ RNA-യിലുമുണ്ട്. അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്, സൈറ്റിഡിൻ മോണോഫോസ്ഫേറ്റ്. ഇവിടെ DNA-യിൽ നിന്ന് വ്യത്യസ്തമായി തൈമിന് പകരം യൂറിഡിൻ മോണോഫോസ്ഫേറ്റ് എന്ന ഒറ്റ ഫോസ്ഫേറ്റോട് കൂടിയ ന്യൂക്ലിയോടൈഡാണ് കാണപ്പെടുന്നത്. അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്, സൈറ്റിഡിൻ മോണോഫോസ്ഫേറ്റ് ആൻഡ് യൂറിഡിൻ മോണോഫോസ്ഫേറ്റ്. ഇങ്ങനെ RNA-യിലും DNA-യിലുമായി 8 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്നു.
ഇനി എന്താണ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ എന്താണെന്ന് നോക്കാം. പോളി മീൻസ് ഒന്നിലധികം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് ഒന്നിലധികം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നുണ്ടാകുന്ന ഒരു ചെയിനായിട്ട്, ഒരു ചങ്ങല പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറിനെയാണ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ എന്ന് പറയുക. ന്യൂക്ലിയോടൈഡ്സ് ആർ ജോയിൻഡ് ടുഗദർ ബൈ കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓഫ് വൺ ന്യൂക്ലിയോടൈഡ് ആൻഡ് തേർഡ് കാർബൺ ആറ്റം ഓഫ് ദ പെൻറ്റാഷുഗർ ഇൻ ദ നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ്. ആദ്യത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 5th പൊസിഷനിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പും രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3rd പൊസിഷനിലുള്ള കാർബൺ മോളിക്യൂളുമായിട്ടാണ് എന്ത് ചെയ്യുക, രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ദിസ് പ്രൊഡ്യൂസ് an alternating backbone sugar phosphate all along the polynucleotide chain. ഇങ്ങനെ ഒരു ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്ന ഒരു ന്യൂക്ലിയോടൈഡും അടുത്ത ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ചേർന്ന രണ്ടാമത്തത്, ഇങ്ങനെ 1 by 1 ആയിട്ട് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് വഴി ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചങ്ങല പോലെ ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്ന കണ്ടീഷനെയാണ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുന്നത്. The DNA molecule consists of 2 polynucleotide chains or strands that is spirally twisted around each other and coiled around a common axis to form a right-handed double helix structure. DNA-യിലാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ആക്സിസിന് ചുറ്റുമായി 2 ന്യൂക്ലിയോടൈഡുകൾ ചെയിനുകൾ ചേർന്ന ഒരു സ്ട്രക്ചർ, ഡബിൾ സ്ട്രാൻഡഡ് റൈറ്റ് ഹാൻഡഡ് സ്ട്രക്ചറിലാണ്. അതായത് വലത്തേക്ക് തിരിഞ്ഞ നിലയിൽ ന്യൂക്ലിയോടൈഡുകൾ ചെയിനുകൾ കോയിൽ ചെയ്ത് ഒരു കോമൺ ആക്സിസിൽ കോയിൽ ചെയ്ത് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് DNA-ക്കുള്ളത്. The 2 strands are anti-parallel, that is, they run in opposite direction so that the third 3' end of one chain facing the 5' end of the other. ഇവിടെ DNA-യിൽ ഒരു കോമൺ ആക്സിസിൽ ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ആൻറ്റി പാരലായിട്ടാണ് ഇവിടെ ഫോം ചെയ്തത്. അതായത് ഒരു ചെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ രണ്ടാമത്തെ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2 എൻഡിലും, അതായത് ഇവിടെ 3' എൻഡ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ DNA സ്റ്റാൻഡിൻ്റെ 3' എൻഡ് ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് എൻഡ് 5' എൻഡ് ആയിരിക്കും. 5' 3' എൻഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണപ്പെടുന്നത് 5th പൊസിഷനിലാണ്, അല്ലെങ്കിൽ 5th കാർബൺ പൊസിഷനിലാണ്. അത് അതിൻ്റെ മുകൾ ഭാഗമാണ്. അതാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ഇതിനാണ് 5' എൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 3rd കാർബൺ കാണപ്പെടുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് അതിനെ 3' എൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുക, ഇത് 3' എൻഡും ഇത് അവസാനിക്കുന്നത് 5' എൻഡിലുമാണ്. അപ്പം ഇങ്ങനെ ആൻറ്റി പാരലായിട്ടാണ് എപ്പോഴും പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ DNA-യിൽ കാണപ്പെടുന്നത്. DNA-യിൽ മാത്രമേ അങ്ങനെ കാണപ്പെടുന്നുള്ളൂ. The sugar phosphate backbones remain on outside while core of the helix contain purine and pyrimidine bases. ഇവിടെ പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ബാക്ക് ബോണായിട്ട്, അതായത് പുറത്തൊരു ലാഡർ എടുക്കുകയാണെങ്കിൽ ലാഡറിൻ്റെ 2 ഭാഗമായിട്ട് കാണാൻ കഴിയും. ഈ 2 ഭാഗത്തെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് പ്യൂരിനും പിരമിഡിനും തമ്മിലുള്ള ബേസ് പെയറിംഗ് വഴിയാണ്. അതായത് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് വഴി. ഇവിടെ 2 ബേസുകൾ തമ്മിൽ, നൈട്രജൻ ബേസുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. The 2 strands are held together by hydrogen bonds between purine and pyrimidine bases or opposite strands. ഒരു ഭാഗത്തുള്ള പ്യൂരിനും മറ്റു ഭാഗത്തുള്ള പിരമിഡിനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ഈ 2 സ്ട്രാൻഡുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. അതായത് ഒരു ലാഡറിൻ്റെ മധ്യഭാഗത്ത് ഉള്ള ചവിട്ടുപടികളായിട്ട് കാണപ്പെടുന്നത് ഇവിടെ നൈട്രജൻ ബേസുകളാണ്. അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ. അഡിൻ എപ്പോഴും എന്താണ്, തൈമിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. ബൈ 2 ഹൈഡ്രജൻ ബോണ്ട്സ്. ഇവിടെ നോക്കാം, അഡിനിൻ തൈമിനുമായിട്ട് ബേസ് പെയർ ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. ഗ്വാനിൻ ഓൾവേസ് ബേസ് പെയർ വിത്ത് സൈറ്റോസിൻ. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുന്നത് വിത്ത്
3 ഹൈഡ്രജൻ ബോണ്ട്സ്. അവിടെ രൂപപ്പെടുന്ന ഹൈഡ്രജൻ ബോണ്ടുകളുടെ എണ്ണം 3 ആണ്. ദിസ് കോംപ്ലിമെൻ്ററി ഈസ് നോൺ ആസ് ബേസ് പെയറിംഗ് റൂൾ. ഇങ്ങനെ ചേരേണ്ടുന്ന ബേസ് പെയറുകൾ മാത്രം ചേർന്ന് ബേസ് പെയറിംഗ് നടത്തുന്നതിനെയാണ് ബേസ് പെയറിംഗ് റൂൾ എന്ന് പറയുന്നത്. ദസ് 2 strands ആർ കോംപ്ലിമെൻ്ററി ടു വൺ അനദർ. എപ്പോഴും ഈ ഒരു സ്ട്രാൻഡ് അതിന് പരസ്പര പൂരകമായിട്ട് ഉള്ള ബേസ് പെയറിംഗ് വഴിയുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അത് കോംപ്ലിമെൻ്ററി. അതായത് ഇതിന് പകരമായിട്ട് വരുന്ന നൈട്രജൻ ബേസ് മാത്രമേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവുകയുള്ളൂ. The base sequence along polypeptide chain is variable and specific sequence base pair carrying the genetic information. ഇങ്ങനെ ഈ ബേസ് പെയറിംഗ് വഴി രൂപപ്പെടുന്ന ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ അല്ലെങ്കിൽ DNA-കളുടെ ഈ ബേസ് പെയറുകളാണ് എപ്പോഴും ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബേസ് പെയറിലാണ് ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നത്. ദ ബേസ് കോമ്പോസിഷൻ ഓഫ് DNA ഒബേ ചാർഗാഫ്സ് റൂൾ. അതായത് ബേസ് പെയറിംഗ് ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് നടക്കുന്നതെന്നും ഇങ്ങനെ ആൻറ്റി പാരലായിട്ട് അല്ലെങ്കിൽ പാരലായിട്ടുള്ള 2 ചെയിനുകൾക്കിടയിൽ നടക്കുന്ന ബേസ് പെയറിംഗ് അഡിനിൻ തൈമിനും ഗ്വാനിനും സൈറ്റോസിനുമാണ് എന്നുള്ള കണ്ടുപിടിച്ചത് 1950 ചാർഗാഫ്സ് എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ഈ റൂളിനെയാണ് ചാർഗാഫ്സ് റൂൾ എന്ന് പറയുക. അതായത് ഒരു DNA എടുത്ത് നോക്കുകയാണെങ്കിൽ അഡിനിൻ എത്രത്തോളം ഉണ്ട് അത്രത്തോളം എന്തുണ്ടായിരിക്കും, തൈമിനും ഉണ്ടായിരിക്കും. അതുപോലെ ഗ്വാനിൻ്റെ എണ്ണവും സൈറ്റോസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് ചാർഗാഫ്സ് റൂൾ എന്ന് പറയുക. അഡിനിന് കോംപ്ലിമെൻ്ററി ആയിട്ട് എപ്പോഴും തൈമിൻ വരും, ഗ്വാനിന് സൈറ്റോസിൻ വരും. അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് ഗ്വാനിനും അഡിനും ഉള്ളതുപോലെ തന്നെ, ഒരു സ്ട്രാൻഡിൽ ഉള്ളതുപോലെ തന്നെ അതിന് ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള സൈറ്റോസിനും തൈമിനും കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലും ഉണ്ട് എന്ന് പറയുന്ന, കാണപ്പെടുന്നു എന്ന് പറയുന്ന റൂളിനെയാണ് ചാർഗാഫ്സ് റൂൾ എന്ന് പറയുന്നത്. ഇനി DNA-യുടെ ഡയമീറ്റർ നോക്കാം. ദ ഡയമീറ്റർ ഓഫ് DNA ഈസ് 20 നാനോമീറ്റർ ഓർ 20 ആംസ്ട്രോങ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 നാനോമീറ്റർ അല്ലെങ്കിൽ 20 ആംസ്ട്രോങ് ആണ്. അഡ്ജസൻ്റ് ബേസ് ആർ separated by 0.34 nanometer or 3.4 ആംസ്ട്രോങ്. അപ്പോൾ ഇവിടെ 2 ബേസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് 3.4 ആംസ്ട്രോങ് ആണ്. ദ ലെങ്ത് ഓഫ് കംപ്ലീറ്റ് റൺ ഓഫ് ഹെലിക്സ് ഈസ് 3.4 നാനോമീറ്റർ ഓർ 34 ആംസ്ട്രോങ്. ഒരു കംപ്ലീറ്റ് ടേൺ പൂർത്തിയാക്കുന്നതിന് ഇടയിലേക്ക് വേണ്ടി വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 3.4 അല്ലെങ്കിൽ 3.34 ആംസ്ട്രോങ് ആണ്. അപ്പം ഒരു പൂർണ്ണമായിട്ടുള്ള ഒറ്റ ചുറ്റിൽ വരുന്ന DNA-യുടെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DNA-യിലെ ബേസ് പെയറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആയിരിക്കും. അതായത് ഒരു സിംഗിൾ ടേണ് പൂർത്തിയായതിൻ്റെ ഹാഫ് സൈഡിൽ 1 2 3 4 5 ഇങ്ങനെ രണ്ടാമത്തതിൽ 5 അപ്പം ഇങ്ങനെ 5 5 10 നൈട്രജൻ ബേസുകൾ ചേർന്നതായിരിക്കും ഒരു കംപ്ലീറ്റ് ടേണിലെ നൈട്രജൻ ബേസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ദ DNA ഹെലിക്സ് ഹാസ് എ ഷാലോ ഗ്രൂവ് കാൾഡ് മൈനർ ഗ്രൂവ് about 1.2 nanometer and a deep groove called major groove 2.2 nanometer. ഈ സ്പൈറലായിട്ട് കോയിൽ ചെയ്തിരിക്കുന്ന DNA സംബന്ധിച്ചിടത്തോളം 2 വിടവുകൾ കൊണ്ട്, ഒന്നാമത്തതിനെ മേജർ ഗ്രൂവ് എന്ന് പറയുന്നു, രണ്ടാമത്തതിനെ മൈനർ ഗ്രൂവ് എന്നാണ് പറയുക. ഇതിന് രണ്ടിന് മൈനർ ഗ്രൂവ് എന്ന് പറയാനുള്ള കാരണം 2 ഗ്രൂവിനും ഇടയിലുള്ള സ്പേസ് വ്യത്യാസമാണ്. മൈനർ ഗ്രൂവിന് 1.2 ആണെന്നുണ്ടെങ്കിൽ മേജർ ഗ്രൂവ് വരുമ്പോഴേക്കും അതിന് 2.2 നാനോമീറ്റർ സ്പേസ് ആണ് ഇതിന് ഇടയിലായിട്ട് ഉള്ളത്. ഇനി അടുത്ത നോക്കാം, റൈബോ ന്യൂക്ലിക് ആസിഡുകൾ അല്ലെങ്കിൽ RNA-കൾ. RNA or ribonucleic acidase is a polymer of nucleotide which is made up of a ribose sugar, a phosphate group and a base pair such as adenine, guanine, cytosine and uracil. DNA-യുമായി താരതമ്യം ചെയ്യുമ്പോൾ RNA എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒറ്റ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് DNA-ക്കുള്ളത്. ആ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളിൽ നൈട്രജൻ ബേസുകൾ ഉണ്ടാകും. ഈ നൈട്രജൻ ബേസ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ്. കൂടാതെ
ഡി എൻ എയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഇവിടെ യുറാസിലാണ്. RNA has a structure very similar to that of DNA. The key difference in RNA structure is that ribose sugar in RNA has a hydroxyl group which is absent in DNA. റൈബോസ് ഷുഗറിൽ ഇവിടെ RNAക്ക് ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, അത് DNA-ക്ക് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ DNA ഒരു റൈബോസ് ഷുഗറും RNA ഒരു റൈബോസ് ഷുഗറും DNA ഒരു ഡീഓക്സി റൈബോസ് ഷുഗറുമായിട്ടാണ് കാണപ്പെടുന്നത്. ഷുഗർ മോളിക്യൂളിൻ്റെ വ്യത്യാസമാണ് RNA പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. RNA plays a very crucial role in gene expression pathway by which genetic information in DNA is coded into proteins that determine cell function. RNA ജീവജാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്നുണ്ട്. DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻ റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് എഴുതിയെടുത്ത് അല്ലെങ്കിൽ പകർത്തി എഴുതിയെടുക്കുന്ന രൂപമാണ് എപ്പോഴും RNA-കൾ എന്ന് പറയുന്നത്. ഈ RNA ആണ് പിന്നീട് റൈബോസോമുകളിൽ വെച്ച് പ്രോട്ടീനുകളായിട്ട് മാറ്റപ്പെടുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ DNA RNA. DNA-യും RNA-യും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം. DNA nucleotide include adenine, guanine, thymine and cytosine, whereas RNA nucleotide instead of thymine they uracil. Adenine, guanine, thymine, cytosine എന്നിവയാണ് DNA-യിലെങ്കിൽ ഇവിടെ സൈറ്റോസിന് പകരം തൈമിന് പകരം യുറാസിൽ എന്ന നൈട്രജൻ ബേസാണ് RNA-യിൽ കാണപ്പെടുക. DNA is always in a double helix conformational arrangement with the two strands always running in anti-parallel orientation, whereas RNA usually exists as a single strand but it has the ability to form double strand structure also. DNA-യിൽ നിന്നും RNA വ്യത്യസ്തമാക്കുന്നത് DNA എപ്പോഴും ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചറായിട്ടാണ് കാണപ്പെടുന്നത്. RNA എപ്പോഴും സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ DNA-യിൽ നിന്നാണ് RNA ഉണ്ടാവുക. എന്നാൽ RNA-ക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് RNA DNA ആയിട്ട് മാറാനുള്ള കഴിവ് ഉള്ളത് കൂടി ആണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ചില റിട്രോ വൈറസുകളിലാണ് ഇത്തരം RNA-യിൽ നിന്നും DNA ഉണ്ടാക്കപ്പെടുന്നത്. DNA has a 2-deoxy or D-ribose pentasugar where RNA has a D-ribose. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷുഗർ മോളിക്യൂളിൽ RNA-യിൽ റൈബോസ് ഷുഗറാണ് കാണപ്പെടുന്നതെങ്കിൽ DNA-യിൽ ഡീഓക്സി റൈബോസ് ഷുഗറാണ് കാണപ്പെടുക. DNA has equal portion of adenine, thymine and guanine cytosine nuclear base as it exists as a double strand molecule. DNA-യിൽ ചാർഗാഫ്സ് റൂൾ അനുസരിച്ചാണ് നൈട്രജൻ ബേസുകൾ കാണപ്പെടുക. അഡിനിന് ഈക്വലായിട്ട് തൈമിനും ഗ്വാനിന് ഈക്വലായിട്ട് സൈറ്റോസിനും കാണും. കാരണം അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. എന്നാൽ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഈ ഒരു റൂൾ അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു വസ്തുത അവിടെ വരുന്നില്ല. കാരണം സിംഗിൾ സ്റ്റാൻഡ് ആയതുകൊണ്ട് ന്യൂക്ലിയോടൈഡുകളുടെ നൈട്രജൻ ബേസുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. It indicates that the number of adenine, guanine present equal to the number of thymine and cytosine in DNA, whereas RNA does not, as it usually exists in a single strand form. Then RNA is relatively unstable in comparison to the DNA molecule as it contains OH group that act as a nucleophile, enhancing the cleavage of the phosphodiester bond between adjacent nucleotide and phosphates. ഇവിടെ DNA-യുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ RNA ഈസ് റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ. ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു സ്ട്രക്ചറാണ് RNA-ക്കുള്ളത്. DNA മോളിക്യൂളിൽ റൈബോസ് ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ ആയതുകൊണ്ട് തന്നെ അത് സ്റ്റേബിളായിട്ട് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് വഴി വളരെ സ്ട്രോങ് ആയിട്ട് ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് DNA-ക്ക് കഴിയും. RNA-യിൽ അത് OH ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ന്യൂട്രലൈസ് ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് ഇല്ലാതാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇത്രയുമാണ്
DNA ആസ് എ ജനറ്റിക് മെറ്റീരിയൽ എന്നതിനെ സംബന്ധിച്ച് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. DNA കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് ജെനറ്റിക്സിനകത്തും സെൽ ബയോളജി എന്ന് പറഞ്ഞ മോഡ്യൂളുകൾ, അതായത് അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുമ്പോൾ DNA കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, പലതരത്തിലുള്ള DNA എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്, DNA കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾ സെൽ ബയോളജിയിലാണ് പഠിക്കുന്നത്. നമുക്ക് ബയോമോളിക്യൂൾ എന്ന വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സിൽ നമുക്ക് DNA സംബന്ധിച്ചും RNA സംബന്ധിച്ചും ഇത്രയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമായിട്ടും സംശയങ്ങൾ നിവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു.